ശ്രീകൃഷ്ണ ഭഗവാന്റെ ആഹ്ലാദിനി ശക്തിയായ രാധാറാണിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൂവാണ് മുല്ലപ്പൂവ്. വൃന്ദാവനിയിലെ രാസലീലകളാടുന്ന നികുഞ്ചങ്ങളിൽ നിറയെ മുല്ലപ്പൂക്കൾ ഉണ്ടായിരുന്നു അത്രേ. ആ ദിവ്യമായ അന്തരീക്ഷത്തെ സുഗന്ധപൂരിതമാക്കിയിരുന്ന പൂക്കളിലൊന്നാണ് മുല്ലപ്പൂവ്. മുല്ലപ്പൂക്കൾ കൊണ്ടുള്ള കിരീടങ്ങളും ആഭരണങ്ങളും ധരിക്കാനായിരുന്നു രാധാറാണിക്ക് ഏറെ ഇഷ്ടം. ഭഗവാൻ കൃഷ്ണനോടുള്ള പ്രണയം പ്രകൃതിയോടും പൂക്കളോടും ഇടചേർന്ന് കിടക്കുന്നു. വൃന്ദാവനത്തിലെ ഗോപികമാരെല്ലാം മുല്ലപ്പൂക്കള്, മാലതിപ്പൂക്കള്, ചെമ്പകപ്പൂക്കള് തുടങ്ങിയ സുഗന്ധപൂരിതങ്ങളായ പുഷ്പങ്ങൾ ഉപയോഗിച്ചിരുന്നു. രാധാകൃഷ്ണ ഭക്തർ രാധാറാണിയുടെ പ്രിയപ്പെട്ട ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് രാധാഷ്ടമിക്ക് മുല്ലപ്പൂക്കൾ സമർപ്പിക്കാറുണ്ട്. രാധാറാണിയുടെ പരിശുദ്ധിയെയും ലാളിത്യത്തെയും മുല്ലപ്പൂവ് സൂചിപ്പിക്കുന്നു. ഒരു ഭക്തൻ രാധാറാണിക്ക് മുല്ലപ്പൂവ് സമർപ്പിക്കുന്നതിലൂടെ തൻ്റെ മനസ്സിൻ്റെ നിർമ്മലത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. ബ്രജഭൂമിയിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരാഘോഷമുണ്ട്, ഭൂൽ ബംഗ്ല. ഭൂൽ എന്നാൽ പൂവ്, ബംഗ്ല ബംഗ്ലാവ്. പൂക്കൾ കൊണ്ടൊരു ബംഗ്ലാവ്. വേനൽക്കാലത്താണ് ഈ ആഘോഷം. ആ ദിവസങ്ങളിൽ പൂക്കൾ കൊണ്ട് മാത്രം നിർമ്മിച്ച വസ്ത്രങ്ങളും മാലകളും കിരീടവും മറ്റ് ആഭരണങ്ങളുമാണ് രാധാറാണിയെയും കണ്ണനെയും ധരിപ്പിക്കാറ്. അതിലെ പ്രധാന പൂവാണ് മുല്ലപ്പൂവ്. ജമന്തി, റോസാപ്പൂക്കൾ, താമര, ചെണ്ടുമല്ലി, ചെമ്പകം തുടങ്ങിയ സുഗന്ധമുള്ള പൂക്കളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. പ്രകൃതിദത്തമായ പൂക്കളുടെ സുഗന്ധവും തണുപ്പും ഭഗവാനിൽ ഭക്തിയോടെ സമർപ്പിക്കുമ്പോൾ കഠിനമായ വേനൽ ചൂടിൽ നിന്നും വരണ്ട കാറ്റിൽ നിന്നും തങ്ങളെ ഭഗവാൻ സംരക്ഷിക്കും എന്നൊരു വിശ്വാസവും ഭൂൽ ബംഗ്ല എന്ന ആഘോഷത്തിൻ്റെ പിന്നിലുണ്ട്. ബ്രജഭൂമിയിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലെല്ലാം ബാങ്കെ ബിഹാരിലാൽ ക്ഷേത്രം, രാധാരമൺ ക്ഷേത്രം, രാധാവല്ലഭ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെല്ലാം ഈ ആഘോഷം നടത്താറുണ്ട്. രാധാകൃഷ്ണ പ്രണയം പ്രകൃതിയോട് ചേർന്നതാണ്. ആ പ്രണയത്തിൻ്റെ ഭാഷയാണ് പൂക്കൾ. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക്.